ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് കുറച്ച് കപ്പയും മീനും കിട്ടിയിട്ടുണ്ട്. മീൻ ചൂടയാണ്. എൻ്റെ നാട്ടിലൊക്കെ ഇതിന് ചൂടയെന്നാണ് പറയുന്നത്, ചിലയിടത്ത് നത്തോലി എന്ന് പറയും. ആദ്യം നമുക്ക് കപ്പ വേവിച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഗ്യാസേലോട്ട് വെച്ച് അത് വേവിച്ചെടുത്തുകൊണ്ട് വരാം. ഞാനൊരു ചെറിയ കലത്തിലാണ് വെച്ചേക്കുന്നത്, കാരണം കുറച്ചേ ഉള്ളൂ, ഒരു കപ്പയേ ഉള്ളൂ. കപ്പ വേവുമ്പോഴത്തേക്ക് നമുക്കതിനുള്ള മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി കുറച്ച് തേങ്ങ എടുക്കും. ഒരു 1/4 കപ്പ് തേങ്ങ എടുക്കും. 1/4 കപ്പ് തേങ്ങയും 2 പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3-4 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകവും, കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പം നല്ല ടേസ്റ്റാണ് ചീനിക്ക്. കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കത് ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം. ഒന്ന് നല്ലപോലെ അത് പേസ്റ്റായിട്ടൊന്നും വരേണ്ട, ചെറുതായിട്ട് നമ്മളൊന്ന് ചതച്ചെടുത്താൽ മതി. 1-2 അടി അടിച്ചാൽ മതി, അല്ലാതെ പേസ്റ്റായി കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ല. നമുക്ക് തോരന് നമ്മൾ ചതയ്ക്കത്തില്ലേ, തോരന് ചതയ്ക്കുന്നത് പോലെ ചതച്ചെടുത്തുകൊണ്ട് വന്നാൽ മതി. ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതാ നോക്കി, ഇതുപോലെ ഒന്ന് ചതഞ്ഞാൽ മതി. ആ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് നല്ലപോലെ ചതഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് കപ്പ നോക്കാം, കപ്പ വെന്തോന്ന് നോക്കാം. കപ്പ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്, കണ്ടോ? നല്ല കപ്പയാണ്. നമുക്കിതിനകത്തോട്ട് കുറച്ച് ഒരു 1 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കാം. കപ്പ തിളച്ച് വരുമ്പോൾ ഉപ്പ് ചേർത്താൽ കപ്പയ്ക്കത് മുഴുവനും പിടിക്കും. അല്ലാതെ നമ്മളത് വെന്ത് കഴിഞ്ഞ് ഉപ്പ് ചേർത്താൽ എല്ലായിടും ഒന്നും ഉപ്പ് പിടിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ തിളയ്ക്കുമ്പോഴേ ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതാണ്ട് എല്ലാം വാർത്ത്, വെള്ളമെല്ലാം വാർത്ത് ഇതാണ്ട് നോക്കി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മസാല ഇടാം. ആ മസാല ഇട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ചൂടാക്കണം. നമ്മൾ ഈ മസാല ഇടുമ്പം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ഇടണം. ആവശ്യത്തിന്. ഞാൻ കുറച്ച് കപ്പയല്ലേ എടുത്തിട്ടുള്ളൂ. ഈ ഉപ്പ് മസാലയ്ക്കകത്തോട്ട് ഇടുമ്പോൾ മസാലയിൽ കുറച്ച് ഉപ്പൊക്കെ പിടിച്ചോളും. അന്നേരം അതാണ് നല്ലത്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് അടച്ച് വെച്ച് ചൂടാക്കാം. ദേ ആവിയൊക്കെ വരുന്നുണ്ടോ? നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിനി എല്ലായിടും ഒന്നാകട്ടെ. ഇങ്ങനെ ഒന്ന് കുടഞ്ഞൊക്കെ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ചൂടാക്കണം. ഇനി നമുക്കിത് നല്ല കട്ടിയുള്ളൊരു തവിയോ എന്തേലും വെച്ച് നമുക്കിതൊന്ന് പുരട്ടിയെടുക്കണം. നല്ലപോലെ പുരട്ടണം. എല്ലായിടവും മസാല പിടിക്കണം. എല്ലായിടവും മസാല പിടിച്ച് എന്നാലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. എല്ലാം നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്തേ നോക്കി, നല്ലപോലെ ഇളക്കി എല്ലാം പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കടുത്തത് മീൻ കുക്ക് ചെയ്യാം. ഞാനിതിന് കഴുകി വൃത്തിയാക്കിയത്. ഇതിനകത്തോട്ട് ഞാൻ ചീമപ്പുളിയാണ് ചേർക്കുന്നത്. ചീമപ്പുളി ചെറുതായിട്ട് കട്ട് ചെയ്ത് മീനകത്തോട്ടിട്ട് നല്ലപോലെ കഴുകി അങ്ങ് വൃത്തിയാക്കും. ഈ ചീമപ്പുളിക്കൊരു കവർപ്പുണ്ട്. അത് കുറച്ച് നേരം അരിഞ്ഞ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ കവർപ്പങ്ങ് മാറും. അപ്പോഴത്തേക്ക് നമുക്ക് മീനുള്ള മസാല റെഡിയാക്കാം. ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയ്ക്കകത്തോട്ട് കൊച്ചുള്ളി, പച്ചമുളകല്ല കാന്താരിയാണ് ഞാൻ ചേർക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ടായ കാന്താരിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടൊന്ന് ചതയ്ക്കും. അത് 1-2 അടി അടിക്കണം. അതും പേസ്റ്റ് ആകണ്ട. ഇതേ നോക്കിയേ, കാന്താരിയും എല്ലാം കൂടെ ചതച്ചത് ഇനി ആ കഴുകി വൃത്തിയാക്കിയ മീനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. മീൻ എന്തായാലും ഈ ചീമപ്പുളിക്കൊരു ശകലം വെള്ളമുള്ളതല്ലേ, അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ വെള്ളം ചേർക്കുകയേ വേണ്ട.
അതിനകത്തോട്ട് ഉപ്പ് ഇട്ട് നമ്മുടെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി ഒന്ന് തത്തിക്കുത്തി വെക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിം ആകുമ്പോൾ അത് ചട്ടിയുടെ അടിക്കൊക്കെ പിടിക്കും, അടിച്ച് കരിഞ്ഞു പോകും. നമ്മൾ കറിവേപ്പിലയൊക്കെ ചേർക്കണം, അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നോക്കി അത് വെന്തോന്നൊക്കെ ഒന്ന് നോക്കണം. എന്നിട്ട് അത് അടിക്ക് പിടിക്കാതിരിക്കുന്നുണ്ട് ഞാനത് അതിൻ്റെ നടുക്കൊന്ന് ഇളക്കി കൊടുക്കും. ചിലപ്പം ചട്ടിയുടെ അടിക്ക് പിടിച്ചാലോ. നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ച് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ലാസ്റ്റ് കുറച്ച് ഓയിലൊഴിക്കും. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം ചേർത്താൽ അത് നല്ലതാണ്. കാരണം ഇത് കറി വെന്ത് വരുന്നതിന് മുമ്പേ ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പിടുക. പക്ഷേ ഇത് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ഓയിൽ ചേർക്കും. ഞാനിവിടെ ആട്ടിയ വെളിച്ചെണ്ണയാണ് കുറച്ച് ഒഴിച്ചു, ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. ഇത് ഇവിടെ മീൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കപ്പയും മീനും റെഡി. ഓക്കെ.